നിങ്ങൾക്ക് വാട്സപ്പിൽ വീഡിയോ കോൾ ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും ഈ വീഡിയോ കണ്ടിരിക്കണം. കാരണം പല ആളുകളുടെയും നിങ്ങളുടെ വീഡിയോ കോളും ഒക്കെ ഒരു മൂന്നാമതൊരു വ്യക്തിയിലേക്ക് ലീക്ക് ആകാനുള്ള കാരണം വാട്സപ്പ് തന്നെ പറഞ്ഞിരിക്കുന്ന 2-3 സെറ്റിങ്സ് നിങ്ങൾ എനേബിൾ ആക്കാത്തത് കൊണ്ടാണ്. ഒരു കാര്യം നിങ്ങൾ ആദ്യമേ ശ്രദ്ധിക്കണം. ഏതൊരു ചാറ്റും തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഇവിടെ ഒരു മെസ്സേജ് ഇതുപോലെ കാട്ടും. അതായത് നിങ്ങളുടെ ഏത് ചാറ്റും അത് എൻഡ് ടു എൻഡ് എൻക്രിപ്റ്റഡ് എന്ന് പറഞ്ഞ ഓപ്ഷനാണ്. അതായത് നീ അയക്കുന്ന ഞാനും കാണുന്ന ഒരു വ്യക്തിയുമല്ലാതെ മൂന്നാമതൊരു വ്യക്തി കാണാൻ ഒരു സാധ്യതയുമില്ല. അത് മാത്രമല്ല വാട്സപ്പിൻ്റെ സ്റ്റാഫിന് പോലും അറിയാൻ സാധിക്കില്ല. ആ രൂപത്തിലാണ്. പക്ഷേ ഈ ഒരു എൻഡ് ടു എൻഡ് എൻക്രിപ്റ്റഡ് എന്ന് പറഞ്ഞ ഈ ഓപ്ഷൻ എനേബിൾ ആക്കണം. അത് മാത്രമല്ല നിങ്ങളുടെ ഡിവൈസ്, ഈ ഒരു വാട്സപ്പ് ഡിവൈസ് വേറൊരു ഡിവൈസിൽ കണക്റ്റഡ് ആണോ, അത് മാത്രമല്ല നിങ്ങളുടെ വാട്സപ്പ് ഹാക്ക് ആകാതിരിക്കാനുള്ള 2 ഓപ്ഷൻ നിങ്ങൾ എനേബിൾ ആക്കി കഴിഞ്ഞാൽ പിന്നെ ആ ഒരു പ്രശ്നം നിങ്ങൾക്ക് പരിഹരിക്കാൻ സാധിക്കുന്നതാണ്. നേരെ വീഡിയോയിലേക്ക് പോകാം. അതിനുവേണ്ടി ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ വാട്സപ്പ് ഓപ്പൺ ആക്കുക. വാട്സപ്പ് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ ഏറ്റവും മുകളിൽ 3 ഡോട്ട് കാണാൻ സാധിക്കും. ആ 3 ഡോട്ടിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അങ്ങനെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ സെറ്റിങ്സ് കാണാൻ സാധിക്കും. സെറ്റിങ്സിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് താഴേക്ക് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് ഇവിടെ കാണാൻ സാധിക്കും ചാറ്റ് എന്ന് പറഞ്ഞ ഈ ഒരു ഓപ്ഷൻ. ഇതിലൊന്ന് ക്ലിക്ക് ചെയ്യാം. അതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം താഴേക്ക് വീണ്ടും സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് ഇവിടെ ചാറ്റ് ബാക്കപ്പ് എന്ന് പറഞ്ഞ ഈ ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിലൊന്ന് ക്ലിക്ക് ചെയ്യാം. അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് വീണ്ടും താഴേക്ക് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് ഇവിടെ കാണാൻ സാധിക്കും എൻഡ് ടു എൻഡ് എൻക്രിപ്റ്റഡ് ബാക്കപ്പ് എന്ന് പറഞ്ഞ ഈ ഒരു ഓപ്ഷൻ ഓഫാണ്. അത് എനേബിൾ ആക്കണം. അതിനുവേണ്ടി അതിലൊന്ന് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഈ ഒരു പേജ് ആയിരിക്കും നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. യൂസ് പാസ് കീ എന്നുണ്ട്. ഇവിടെ മോർ ഓപ്ഷൻ ഉണ്ട്. ഈ മോർ ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ പാസ്വേഡിൻ്റെ ഓപ്ഷൻ വന്നിട്ടുണ്ട്. ഈ പാസ്വേഡിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇവിടെ ഒരു പാസ്വേഡ് സെറ്റ് ചെയ്തിട്ട് സേവ് ചെയ്യണം. അപ്പോൾ നിങ്ങളിവിടെ ഒരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യണം. പാസ്വേഡ് കൊടുക്കുന്ന സമയത്ത് നിങ്ങൾ ലെറ്ററും അതുപോലെ തന്നെ ഏതെങ്കിലും സംഖ്യയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ള ഒരു സ്ട്രോങ് പാസ്വേഡ് ആയിരിക്കും നിങ്ങൾ കൊടുക്കേണ്ടത്. ഞാനിപ്പോൾ ഉദാഹരണത്തിന് ഇവിടെ സൽമാൻ 123 എന്ന് കൊടുത്ത് നെക്സ്റ്റ് അടിക്കുകയാണ്. അതുപോലെ തന്നെ വീണ്ടും 2 തവണ കൺഫേം ചെയ്യണം. പാസ്വേഡ് കൊടുത്തതിന് ശേഷം ഇവിടെ നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഓപ്ഷൻ വരും ക്രിയേറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ആ ഒരു കാര്യം ഇവിടെ എനേബിൾ ആയി കിട്ടും, ഓണായിരിക്കും. ഇതിപ്പോൾ അതായത് നെറ്റ് ഓണാക്കാത്തത് കൊണ്ടാണ്, നെറ്റ് ഓണാക്കാനാണ് ഇവിടെ പറയുന്നത്. അതുകൊണ്ട് തന്നെ മെസ്സേജുകളൊക്കെ വരുന്നതുകൊണ്ടാണ് നെറ്റ് ഓഫാക്കിയത്. ഈ ഒരു ഓപ്ഷൻ നിങ്ങൾ നിർബന്ധമായിട്ടും നിങ്ങൾ എൻഡ് ടു എൻഡ് എൻക്രിപ്റ്റഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ നിങ്ങൾ തീർച്ചയായിട്ടും എനേബിൾ ആക്കി കൊടുക്കണം. ഇനി വീണ്ടും ബാക്ക് വരിക. ബാക്ക് വന്നതിന് ശേഷം നിങ്ങളിവിടെ ചെയ്യേണ്ടത് വീണ്ടും ബാക്ക് വന്നതിന് ശേഷം ഇവിടെ കാണാൻ സാധിക്കും പ്രൈവസി എന്ന് പറഞ്ഞ ഈ ഓപ്ഷൻ. ഈ പ്രൈവസി എന്നതിലൊന്ന് ക്ലിക്ക് ചെയ്യാം. അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഒന്നുകൂടി താഴേക്ക് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് ഇവിടെ കാണാൻ സാധിക്കും അഡ്വാൻസ്ഡ് എന്ന് പറഞ്ഞ ഈ ഓപ്ഷൻ. ഈ അഡ്വാൻസ്ഡ് എന്നതിൽ ക്ലിക്ക് ചെയ്യാം. അങ്ങനെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ കാണാൻ സാധിക്കും ബ്ലോക്ക് അൺനോൺ അക്കൗണ്ട് മെസ്സേജ് എന്ന് പറഞ്ഞ ഓപ്ഷൻ എനേബിൾ ആക്കണം. അതിനും നെറ്റ്വർക്ക് വേണം. അത് എനേബിൾ ആക്കുക. അതുകൊണ്ട് തന്നെ നേരെ താഴെ പ്രൊട്ടക്റ്റ് IP അഡ്രസ്സിങ് കോൾസ് ഇതും നിർബന്ധമായിട്ടും നിങ്ങൾ എനേബിൾ ആക്കി കൊടുക്കുക. പിന്നെ ഇത് വേണമെന്നില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ എനേബിൾ ആക്കി കൊടുക്കാം. ഈ 2 കാര്യങ്ങൾ നിങ്ങൾ മസ്റ്റായിട്ട് എനേബിൾ ആക്കി കൊടുക്കുക. ഈ 2 കാര്യങ്ങൾ നിങ്ങൾ ഓൾമോസ്റ്റ് ചെയ്തു വെച്ചാൽ തന്നെ നിങ്ങൾക്ക് ആ ഒരു ലീക്കാകുന്ന പ്രശ്നം നിങ്ങൾക്ക് പരിഹരിക്കാൻ സാധിക്കും. ഇനി നേരെ ബേക്ക് വരെ. ബേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും 3 ഡോട്ട്. ഹോം പേജിൽ തന്നെ 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ ലിങ്ക്ഡ് ഡിവൈസും പറഞ്ഞ ഓപ്ഷൻ ഉണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇതുപോലെയാണെങ്കിൽ, അതായത് ഒന്നും ഇവിടെ കാണിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഈ ഒരു മൊബൈൽ ഫോൺ ഈ ഒരു ഫോണിൽ മാത്രമേ ഉള്ളൂ എന്നതാണ്. അത് മാത്രമല്ല നിങ്ങൾക്കിവിടെ വേറെ ഏതെങ്കിലും ഓപ്ഷൻ ഉണ്ടെങ്കിൽ, അതായത് മറ്റേതെങ്കിലും ഡിവൈസിൻ്റെ കമ്പ്യൂട്ടറോ ലാപ്ടോപ്പോ ഏതെങ്കിലും വേറൊരു മൊബൈൽ ഫോണിൻ്റെ ഒക്കെ ഇവിടെ ഉണ്ടെങ്കിൽ അതിൽ ക്ലിക്ക് ചെയ്തിട്ട് അവിടെ തന്നെ നിങ്ങൾ ഔട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ ചെയ്തു വെച്ചാൽ തന്നെ ഈ ഒരു ലീക്കാകുന്ന പ്രശ്നം നിങ്ങളിൽ നിന്ന് അകറ്റാൻ സാധിക്കുന്നതാണ്. തീർച്ചയായും ഉപകാരപ്പെട്ടാൽ തീർച്ചയായും നല്ലൊരു കമൻറ്റ് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. ഓക്കെ.